അർജുൻ, പുതുച്ചേരി, മാഹി അടക്കം ഇന്നിപ്പോൾ വോട്ടെടുപ്പ് ജനവിധി എഴുതാൻ തയ്യാറെടുക്കുകയാണ്. ഇവിടെയുള്ള പ്രതീക്ഷകൾ എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ജനങ്ങളുടെ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ശ്രുതി 7 മണിക്ക് തന്നെ ഈ മാഹിയിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ പോളിംഗ് ആരംഭിക്കുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. പുതുച്ചേരിയിൽ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. മാഹിയിൽ 7 മണിക്കാണ് ഇപ്പോൾ മോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാഹിയിൽ പ്രധാനമായും 3 പാർട്ടികൾ, അതായത് ഈ മാഹിയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ BJPയുടെയും AIADMKയുടെയും നേതൃത്വത്തിലുള്ള ഒരു ത്രികോണ മത്സരം തന്നെയാണ് ഈ മാഹിയിലും അതുപോലെ തന്നെ മാഹി ഉൾപ്പെടുന്ന പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിലും നടക്കുന്നത്. പ്രധാനമായും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസിലെ വൈദ്യലിംഗമാണ് മത്സര രംഗത്തുള്ളത്. കഴിഞ്ഞ തവണ തന്നെ മാഹി ഉൾപ്പെടുന്ന പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിലെ MP കൂടിയായിരുന്നു. അദ്ദേഹം തന്നെയാണ് വീണ്ടും ഇന്ത്യ മുന്നണിക്കായി മത്സരത്തിന് തയ്യാറെടുക്കുന്നത്. അതിന് പുറമെ തന്നെ AIADMKയുടെ തമിഴ് വേന്തനും ഈ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുണ്ട്. അതിന് പുറമെ ഈ BJP മുന്നണിയുടെ ഭാഗമായി, അതായത് NDA സഖ്യത്തിൻ്റെ ഭാഗമായി M നമശിവായം ഈ മത്സരത്തിൽ തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 68.5% പുതുച്ചേരിയിലും മാഹിയിലും മാഹിയിൽ പ്രത്യേകിച്ച് പോളിംഗ് രേഖപ്പെടുത്തിയത് എങ്കിൽ ഇത്തവണ കൂടുതൽ പോളിംഗ് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കുവെക്കുന്നത്. 7 മണിയോടുകൂടി വോട്ടെടുപ്പിന് വേണ്ടി ജനങ്ങൾ ഈ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിത്തുടങ്ങും. ഇപ്പോൾ എന്തായാലും പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് വോട്ടർമാർ എത്തിത്തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും 7 മണിയോടുകൂടി കൂടുതൽ വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിത്തുടങ്ങുകയും ചെയ്യും. മാഹിയിൽ എന്തായാലും കേരളത്തിൻ്റെ ഇടയിലാണ് മാഹി സ്ഥിതി ചെയ്യുന്നതെങ്കിലും കേരളത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ബഹളങ്ങളൊന്നും തന്നെ മാഹിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. വളരെ ശാന്തമായി പോസ്റ്ററുകളോ അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകുന്നത്. പുതുച്ചേരി, മാഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള നമുക്ക്